ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ നമസ്കരിച്ചും കൊണ്ട് ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ചത്ത നായെപ്പോലുള്ള ഒരാളാണ് ഞാൻ. ചത്ത നായ അടുക്കൂടെ പോകുന്നവർ വഴിമാറിപ്പോകും. നാറ്റം വെച്ച് തുടങ്ങിയിരിക്കുന്നു. പുഴുത്ത് നാറുന്ന ഒരു നായ ചത്ത് കിടക്കുന്നു. ചത്ത നായെപ്പോലുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാൽ 2 മുടന്തായി. അതുമാത്രമല്ല, എൻ്റെ അപ്പനായ യോനാഥാന് സമ്പത്തുണ്ടായിരുന്നു. അപ്പൻ്റെ അപ്പനായ ശൗലിന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞാനിന്ന് ഒരു അടിമയെപ്പോലെ വേറൊരു താമസിക്കുകയാണ്. ഒരാളുടെ സഹായത്തിൽ ഞാൻ താമസിക്കുകയാണ്. സീബ എന്ന് പറയുന്ന ഒരു വേലക്കാരനാണ് എന്നെ സഹായിച്ചിരിക്കുന്നത്. ചത്ത നായെപ്പോലുള്ള അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ചു അവനോട് കൽപ്പിച്ചു, ശൗലിനും അവന്റെ സകല ഗ്രഹത്തിനും ഉള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാനന്റെ മകന് കൊടുത്തിരിക്കുന്നു. ശൗലിന്റെ ഗ്രഹത്തിനുള്ളതൊക്കെയും ഞാൻ
നിന്റെ യജമാനൻ്റെ മകന് ഈ യോനാഥാൻ്റെ മകനായ മെഫിബോശത്തിനെ ഞാൻ കൊടുത്തിരിക്കുന്നു, എല്ലാ സ്വത്തും തിരികെ കൊടുത്തിരിക്കുന്നു. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. ദൈവത്തിന് സ്തോത്രം. നീയും നിന്റെ സന്തതികളും നിങ്ങൾ ആ നിലം കൃഷി ചെയ്യുക. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനൻ്റെ മകന് ഭക്ഷിപ്പാൻ, ഈ മെഫിബോശത്തിനെ ഭക്ഷിക്കാൻ ആഹാരം ഉണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. ദൈവത്തിന് സ്തോത്രം. തന്നെയല്ല, നിന്റെ യജമാനന്റെ മകനായ മെഫിബോശത്ത് നിത്യം എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. മെഫിബോശത്ത് എൻ്റെ മേശയെങ്കിൽ തന്നെ ഭക്ഷണം കഴിച്ചുകൊള്ളും. പക്ഷേ നീ ഈ മെഫിബോശത്തിന് ഞാൻ തിരികെ കൊടുത്തിരിക്കുന്ന സ്ഥലമെല്ലാം നീ കൃഷി ചെയ്ത് അതിൻ്റെ ഫലം മെഫിബോശത്തിന് കൊടുത്തുകൊള്ളണം. പിന്നെ എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യുമെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അടിയൻ ഇതെല്ലാം ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞു. മെഫിബോശത്തോ രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ ദാവീദിന്റെ മേശയിങ്കൽ മെഫിബോശത്ത് ഭക്ഷണം കഴിച്ചു പോന്നു. മെഫിബോശത്തിന് ഒരു ചെറിയ മകൻ ഉണ്ടായിരുന്നു, അവന് മീഖ എന്നു പേർ. സീബയുടെ വീട്ടിലുള്ളവരൊക്കെയും മെഫിബോശത്തിന് ഭൃത്യന്മാരായി തീർന്നു. സീബയുടെ വീട്ടിലുള്ള എല്ലാവരും മെഫിബോശത്തിന് ഭൃത്യന്മാരായി തീർന്നു. ഇങ്ങനെ മെഫിബോശത്ത് യെരുശലേമിൽ തന്നെ വസിച്ച് രാജാവിൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന് 4 രണ്ടും മുടന്തായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രാജാവിൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിക്കാനുള്ളതായ അനുവാദം കിട്ടി. മെഫിബോശത്തിന് നിലമെല്ലാം തിരികെ കിട്ടി, നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. അപ്പൻ മരിച്ചതിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പൻ മരിച്ചതിന് ശേഷം എല്ലാം പോയിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. അതൊരു അനുഗ്രഹകരമായ വാക്യമാണ്. എല്ലാം തിരികെ കിട്ടി. പലതും നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ചിലർക്ക് ചിലതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്നേഹം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ദൈവികമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിയവരുണ്ട്. ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെട്ടത്? തിന്മയ്ക്ക് വേണ്ടി, പാപത്തിന് വേണ്ടി പൈസ നഷ്ടപ്പെട്ടവരുണ്ട്. പാപത്തിന് വേണ്ടി എന്തുമാത്രം നഷ്ടങ്ങളാണ് വന്നത്. നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടതെല്ലാം മെഫിബോശത്തിന് തിരികെ കിട്ടി. നഷ്ടപ്പെട്ടതെല്ലാം എല്ലാം തിരികെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കാണാം, നഷ്ട സൗഭാഗ്യങ്ങൾ തിരികെ തരുന്നു എന്ന്. നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെ തിരികെ തരുന്നു. നിങ്ങൾ ഇപ്പോൾ ചിലർ കടത്തിൽ മുങ്ങി വലയുന്നവരായിരിക്കും. കടം, തീർത്താൽ തീരാത്ത കടം. എന്തു ചെയ്യും? മനസ്സ് വിഷ്ണിച്ചിരിക്കുകയാണ്. കാര്യം വചനം കേൾക്കാൻ വന്നു, പക്ഷേ ഉള്ള് പിടയുകയാണ്, ഉള്ളു ഉരുകുകയാണ്. കടം തീർക്കാൻ മാർഗം കാണുന്നില്ല. എന്തു വേണ്ടു? ഒരു മാർഗവും കാണുന്നില്ല. എല്ലാം വിറ്റാലും കടം തീരുകയില്ല. പക്ഷേ വിൽക്കാൻ നോക്കിയാൽ അത് ഇപ്പോൾ വിലയില്ല, ആരും വാങ്ങാനുമില്ല. എന്തു ചെയ്യും? മനസ്സ് വിഷമിച്ച് കഴിയുകയാണ്. പലതരത്തിലുള്ള ക്ലേശങ്ങൾ. ചികിത്സിക്കാൻ പൈസ വേണം. ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, 3 വയസ്സ് മറ്റേ ഉള്ളൂ കുഞ്ഞിന്. ആ കുഞ്ഞിന് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസറാണ്, ബ്ലഡിൽ. എന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് മജ്ജ മാറ്റി വയ്ക്കണം. മജ്ജ മാറ്റി വയ്ക്കാൻ 3 വയസ്സ് മറ്റേ ഉള്ളൂ. മജ്ജ മാറ്റി വയ്ക്കാൻ 40 ലക്ഷം രൂപ വേണം. അതിൽ 10 രൂപ എൻ്റെ കയ്യിലില്ല. എന്താ പോകും വഴി? ദൈവത്തിന് സ്തോത്രം. സങ്കടത്തോടെ വിളിച്ച് പറയുന്നത്, സങ്കടത്തോടെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. അതിന് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, വിലപ്പെട്ടത് പോലെ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇതാ തിരികെ തരുന്നു. സ്തോത്രം. ഇതൊരു ആശ്വാസമാണത്. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് വലുതും വലുതും ചിന്തിക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കാം. നഷ്ടപ്പെട്ടത് എന്തെല്ലാമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ദൈവത്തിന് സ്തോത്രം. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പനെ തിരികെ കിട്ടിയില്ല. പക്ഷേ സ്വർഗത്തിലെ അപ്പൻ എൻ്റെ അപ്പനായി വന്നു. എനിക്ക് 1 വയസ്സേ ഉണ്ടായിരുന്നുള്ള എൻ്റെ അപ്പം മരിക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഞാൻ വാസ്തവത്തിൽ അമ്മയുടെ കണ്ണീര് കണ്ടാണ് ഞാൻ വളർന്നത്. അമ്മയും പെങ്ങളും കരയും, ഞാനും കരയും. ഞങ്ങൾ 3 പേരുള്ള വീട്ടിൽ എന്നും കരച്ചിലായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് രോഗമായിരുന്നു, 3 പേർക്ക് ചികിത്സ ഉണ്ടായിരുന്നു. എന്തൊരു ദയനീയമായ അവസ്ഥയായിരുന്നു. എല്ലാം തകർന്നു പോയൊരു കുടുംബം, തകർന്ന് നിലംപരിയായ ഒരു കുടുംബം, സമാധാനത്തിൻ്റെ കണികയില്ലാത്തൊരു കുടുംബം. ദൈവത്തിന് സ്തോത്രം. ഞാനത് വിവരിക്കാൻ ഇപ്പോൾ നോക്കുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. 17-ാമത്തെ വയസ്സിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ വചനം കേട്ടപ്പോൾ, ഞാൻ ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല
യേശു നടന്നു വന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കയറി. വചനം എൻ്റെ കാതുകളിൽ പതിച്ചു. വചനം പറഞ്ഞുകൊണ്ടിരുന്ന ആൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഞങ്ങളുടെ പള്ളിയിലാണ്, ഞങ്ങളുടെ വലമ്പൂർ പള്ളിയിലാണ്. പള്ളിയിൽ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അലക്ഷ്യമായിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. ഞാൻ വേറെ പാവമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ വേറെ വേണ്ടാതിരത്തൊന്നും പോയിട്ടില്ല. പറഞ്ഞൊരു പാവം ചെയ്തിട്ടില്ല. വേണ്ടാതിന് കൂട്ടുകെട്ടൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ പ്രസംഗിക്കുന്നതൊക്കെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണല്ലോ. എനിക്ക് ആവശ്യമില്ലെന്ന് വിചാരിച്ച് ഞാൻ അല്പം ഉള്ളിൽ ഒരു പരീക്ഷ മനോഭാവത്തോടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഹൃദയം പിളർന്നു. എൻ്റെ ഹൃദയത്തിൽ കൂരമ്പ് തറയ്ക്കുന്നത് പോലെ എൻ്റെ ഹൃദയം തകർന്നു. കർത്താവേ, ഞാൻ പാവിയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പാവിയാണ്. ഞാൻ നിലം വരെ കുനിഞ്ഞു. ഇരിക്കുന്നിടത്തു നിന്ന് ഞാൻ നിലം പറ്റ കുനിഞ്ഞു. ഞാൻ വിതുമ്പി കരയാൻ തുടങ്ങി. തേങ്ങടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ എപ്പോഴും പറഞ്ഞു, യേശു ചെയ്യുന്നത് ഞാൻ നിൻ്റെ വകയെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അറിഞ്ഞില്ല അന്ന് എൻ്റെ ജീവിതം വഴിതിരിഞ്ഞു പോവുകയായിരുന്നു എന്ന്. അന്ന് എൻ്റെ ജീവിതം സമാധാനമുള്ളതായി തീർന്നു. ഞാൻ വീട്ടിലേക്ക് വന്നത് വലിയ സന്തോഷത്തോടെയാണ്. മുഖം മ്ലാനമായിരുന്ന മനുഷ്യൻ, എന്നും വാടിയ മുഖത്തോടെ നടന്നിരുന്ന മനുഷ്യൻ, അന്ന് ഞാൻ യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത് സന്തോഷത്തോടെയാണ്. അമ്മയും പെങ്ങളും ഉറങ്ങിയതിന് ശേഷം ഞാൻ എഴുന്നേറ്റിരുന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് നേടി? ഈ 17 വയസ്സ് വരെയും ഞാൻ എന്ത് നേടി? ഒന്നും നേടിയില്ല. ചുരുക്കം സമാധാനമില്ലാത്ത ജീവിതം, സന്തോഷമില്ലാത്ത ജീവിതം, എന്നും കരയുന്നൊരു കുടുംബം, എന്നും മൂകത മുറ്റിയ ഒരു തറവാട്. ദൈവത്തിന് സ്തോത്രം. എവിടെയും അസ്വസ്ഥത, രോഗത്തിൻ്റെ വേദന എങ്ങനെ, പൈസ ഇല്ലാത്തതിൻ്റെ വിഷമം അങ്ങനെ. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ അത് കൃഷി ഉണ്ടായിരുന്നുകൊണ്ട് നെല്ലിന് പഞ്ഞുണ്ടായിരുന്നില്ല, ആഹാരത്തിന് പഞ്ഞുണ്ടായിരുന്നില്ല. പക്ഷേ പൈസ ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് ആണ്ട് കിട്ടുന്ന കശുവണ്ടി, കുറേ കശുമരങ്ങളുണ്ടായിരുന്നു. കശുവണ്ടിയും ആണ്ട് കിട്ടുന്ന കുരുമുളകും, അതായിരുന്നു പൈസയുടെ വരുമാനം. വേറെ മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ലജ്ജ കൂടാതെ പറയുകയാണ്, ഞാൻ കരഞ്ഞ് തളർന്ന മനുഷ്യനാണ്. ഞാൻ വാടി തകർന്ന മനുഷ്യനാണ്. എൻ്റെ മുഖം മ്ലാനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിതുമ്പി കരഞ്ഞിട്ടുണ്ട്, ഉറക്കെ കരഞ്ഞിട്ടുണ്ട്, ആരും കേൾക്കാതെ ഉറക്കെ കരഞ്ഞിട്ടുണ്ട്. ഉറക്കെ കരയാൻ ഞങ്ങളുടെ വീടിന് താഴെ ഒരു കിണറിൻ്റെ അരിയത്ത് കുറേ അടയ്ക്കാമരൊന്നുണ്ടായിരുന്നു. അടയ്ക്കാമരത്തിൽ പിറകിലേക്ക് കൈ വെച്ചുകൊണ്ട് അടയ്ക്കാമരത്തിൽ ചാരി നിന്നുകൊണ്ട് ഞാൻ ഏങ്ങടിച്ച് കരഞ്ഞിട്ടുണ്ട്, ആരും കാണാതിരിക്കാൻ. ഞാൻ കരയുന്നതുകൊണ്ട് അൽമയ്ക്ക് കരച്ചിൽ വരുന്നതുകൊണ്ട് ഞാൻ കരയുന്നത് ആരും കാണാതിരിക്കാൻ ഞാൻ താഴെ പോയി കരഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കാൻ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് എനിക്ക് തോന്നി. പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന്. 12 വയസ്സേ മറ്റേ ഉള്ളൂ അന്ന്. അന്ന് മറ്റാരും കാണുമ്പോൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പൊക്കെ പ്രാർത്ഥിക്കുന്നൊരു ആളുകൾക്ക് എന്ത് തോന്നുന്നു വിചാരിച്ച്, അമ്മയ്ക്കും പെങ്ങൾക്ക് എന്ത് തോന്നുന്നു വിചാരിച്ച് ഞാൻ താഴെ പാവലിൻ്റെ പന്തലിൻ്റെ കീഴേ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എനിക്ക് യേശു വലിയ ചെയ്തു. യേശു എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. എൻ്റെ കണ്ണീരവൻ തുടച്ചു തന്നു. നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരികെ തന്നു. അപ്പനെ തിരികെ കിട്ടിയില്ല. പക്ഷേ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ സ്വർഗത്തിലെ നിത്യ രാജാധിരാജാവായ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ നാഥനായി വന്നു. ഞാൻ അപ്പനുള്ള മോനായി തീർന്നു. എൻ്റെ കാര്യങ്ങൾ സ്വർഗത്തിലെ അപ്പനെ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ വിദ്യാഭ്യാസം അവിടെ നിന്ന് അന്വേഷിക്കാൻ തുടങ്ങി. മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം തുടർന്ന് നടത്തുവാനുള്ള കൃപകൾ തന്നു. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. സ്തോത്രം. ഇന്ന് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ തിരികെട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെട്ടാൻ ആഗ്രഹമുണ്ടോ? നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെട്ടാൻ ആഗ്രഹമുണ്ടോ? നഷ്ടപ്പെട്ടു പോയ ബുദ്ധി തിരികെട്ടാൻ ആഗ്രഹമുണ്ടോ? നഷ്ടപ്പെട്ടു പോയ വിശ്വാസം തിരികെട്ടാൻ ആഗ്രഹമുണ്ടോ? നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെട്ടാൻ ആഗ്രഹമുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, സാറേ, ഞാനിന്ന് സ്വസ്ഥതയില്ലാതെ വിഷമിക്കുകയാണ്. സാറേ, ഞാൻ സത്യം പറയട്ടെ, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സ്നേഹമില്ല. അവൾക്ക് എന്നെക്കുറിച്ച് കരുതലില്ല. എനിക്ക് സ്നേഹത്തിന് ഞാൻ ദാഹിക്കുകയാണ്. സ്നേഹം ഉണ്ടായിരുന്നു സാറേ, നല്ല സ്നേഹമായിരുന്നു. എന്തുകൊണ്ടത് വന്നെന്ന് അറിഞ്ഞുകൂടാ. എന്തോ പിശാച് പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു കൊടുത്തു, നാം ഭാര്യയുടെ കുറ്റം കാണണ്ട, നമ്മളുടെ ജീവിതത്തെ തിരുത്താണ്ടോ നോക്കൂ. ഭാര്യ സ്നേഹിക്കുന്നില്ല എന്ന് പറയണ്ട, നമുക്കെന്തെങ്കിലും തിരുത്താണ്ടോ നോക്കൂ. അത് തിരുത്തി പ്രാർത്ഥിച്ചാൽ എല്ലാം തിരികെ കിട്ടും. നഷ്ടപ്പെട്ട സ്നേഹം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരികെ കിട്ടും. ഒരു കാലത്ത് നല്ല ആഠ്യത്തിനുള്ള തറവാടായിരുന്നു. ഇന്നെല്ലാം പോയി മുടിഞ്ഞു. ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പണ്ടത്തെ പ്രതാപം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. തിരികെ കിട്ടുമെന്നാണ് പറയുന്നത്. സ്തോത്രം. അതാണ് പറയുന്നത്. എല്ലാം മടക്കി തരുന്നു.
ഒന്നുകൂടി വായിക്കാം, 10-ാം വാക്യം മുതൽ. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിപ്പാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവനു വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിന്റെ യജമാനന്റെ മകനായ മെഫിബോശത്ത് നിത്യം എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. നീ ഈ മെഫിബോശത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊള്ളണം, കൃഷിയെല്ലാം ചെയ്തു കൊള്ളണം. അത് സമ്പത്തെല്ലാം അവന് ഞാൻ മടക്കി കൊടുത്തിരിക്കുകയാണ്, എല്ലാം മടക്കി കൊടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നഷ്ടങ്ങൾ നിരത്തി കിട്ടാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? നഷ്ടങ്ങളെല്ലാം മാറിക്കിട്ടാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? നഷ്ടപ്പെട്ടു പോയി ആരോഗ്യം തിരികെ കിട്ടാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ആയുസ് തീരാൻ പോകുന്നു, മരണം അരിച്ചരിച്ച് വരുന്ന പോലെ തോന്നുന്നു, ഇനിയും ആയുസില്ല എന്ന് തോന്നുന്നു, രോഗം അതികഠിനമായി മൂർച്ഛിച്ചിരിക്കുന്നു, ഡോക്ടേഴ്സ് പോലും കൈവിടുന്ന സ്ഥിതിയായിരിക്കുന്നു. എന്തു വേണ്ടു? വിഷമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരാം. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ ആനന്ദങ്ങൾ തിരികെ കിട്ടും. നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം തിരികെ കിട്ടും. സ്തോത്രം. നഷ്ടങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഏതെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? എല്ലാം തിരികെ തരാമെന്നാണ് കർത്താവ് പറയുന്നത്. എല്ലാം തിരികെ തരാമെന്ന്, എല്ലാറ്റിനും നീക്കുപോക്ക് തരാമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നേ ഒറ്റയ്ക്കൊരു കാര്യം മാത്രം. ദൈവത്തിന് സ്തോത്രം. എല്ലാം എന്താണെന്നറിയാമോ? ഈ ദാവീദ് യോനാഥാനുമായി ചെയ്തതായ ഒരു ഉടമ്പടി, യോനാഥാൻ ദാവീദുമായി ചെയ്ത ഉടമ്പടി. ദൈവത്തിന് സ്തോത്രം. ഒരു സമയത്ത് ദാവീദ് വിഷമിച്ച സമയത്ത്, മരണത്തിനും എനിക്ക് മധ്യേ ഒരു അടി അകലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ദാവീദിനെ യോനാഥാൻ ആശ്വസിപ്പിച്ചു. ഞാനുണ്ട് കൂടെ, നിന്നെ സഹായിപ്പാൻ ഞാനുണ്ട്, എൻ്റെ അപ്പൻ നിന്നെ കൊല്ലാൻ നോക്കിയാലും ഞാനുണ്ട്. അങ്ങനെ ദാവീദുമായി ഉടമ്പടി ചെയ്തത് ദാവീദിൻ്റെ മനസ്സിലുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ഉടമ്പടിയുടെ ദിവസമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഉഭയസംഭവത്തിൻ്റെ ദിവസമായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനോട് ഒരു ഉടമ്പടി ചെയ്യുന്ന ദിവസമായി തീരട്ടെ. കർത്താവേ, ഞാൻ നിന്നോട് ഇതാ ഉടമ്പടി ചെയ്യുന്നു. എന്താണ് ഉടമ്പടി? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാലമെല്ലാം യേശുവേ നിന്നെ ഞാൻ മാനിച്ച് ജീവിച്ചു കൊള്ളാം, നിന്നെ സ്നേഹിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം. യേശുവേ, എനിക്ക് വേറെ ഉദ്ദേശമില്ല, വേറൊന്നും വേണ്ട എനിക്ക്. യേശുവിനുള്ള ഈ സ്നേഹം മാത്രം മതി. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങൾ തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ ആനന്ദം തിരികെ തരണമേ. നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരികെ തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ചെയ്യുക. ഈ യോനാഥാൻ ദാവീദിനോട് ഉടമ്പടി ചെയ്തതുപോലെ നിങ്ങളിപ്പോൾ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായി ഉദയനക്ഷത്രമായി യേശുവിനോട് ഉടമ്പടി ചെയ്യുക. ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായി ഉദയനക്ഷത്രവും യേശുവിനോട് നിങ്ങൾ ഉടമ്പടി ചെയ്യുക. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുക. നിങ്ങൾ പറയുക, കർത്താവേ, ഞാൻ നിൻ്റെ മാത്രം സ്വന്തം, ഞാൻ നിൻ്റെ വക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ 17-ാമത്തെ വയസ്സിൽ അങ്ങനെ തീരുമാനമെടുത്തു, ജീവിതം കർത്താവിന് കൊടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും പൂർത്തിയായില്ല. പിന്നെയും എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരേണ്ടതുണ്ടായിരുന്നു. അന്ന് കൊടുത്തു, പക്ഷേ കൊടുത്തപ്പോഴാണ് അറിയുന്നത് പിന്നെയും മാറ്റം വരേണ്ട പല കാര്യങ്ങളുണ്ട്. എൻ്റെ കോപം മാറിയില്ലായിരുന്നു, എൻ്റെ ദിവ്യാഗ്രഹം മാറിയില്ലായിരുന്നു, അങ്ങനെ അനേകം കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, എന്നാൽ കരുണയുള്ള കർത്താവ് ഓരോന്നപ്പോൾ കാണിച്ചു തന്ന് എന്നെ തിരുത്തിക്കൊണ്ടിരുന്നു. എനിക്ക് തിരുത്താൻ അവസരം തന്നുകൊണ്ടിരുന്നു. എന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും ശുദ്ധീകരണം തീർന്നിട്ടില്ല. മരണത്തോളമുള്ള ഒരു പ്രക്രിയയാണ് ശുദ്ധീകരണം. മരണത്തോളം അവസാന വിനാഴി വരെയും യേശു ക്രിസ്തുവിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രക്തത്തിൽ പാപത്തിൻ്റെ അംശമുണ്ട്. എൻ്റെ രക്തത്തിൽ, എൻ്റെ ശരീരങ്ങൾ കൂടി ഒഴുകുന്ന രക്തത്തിൽ പാപത്തിൻ്റെ അംശമുണ്ട്. അതിൽ പൂർവികന്മാരിൽ നിന്ന് കിട്ടിയതായ ചില പാപത്തിൻ്റെ അംശമുണ്ട്. പൂർവികന്മാരിൽ നിന്ന് കിട്ടിയതായ ചില ശാപത്തിൻ്റെ അംശമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്തതായ ചില പാപത്തിൻ്റെ അംശങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ള രക്തം, ആ രക്തം മാറ്റി യേശുവിൻ്റെ തിരുവാലിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം എൻ്റെ ശരീരങ്ങളുടെ നിന്ന് ഒഴുകുമാറാകണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പറയുമോ നിങ്ങൾ, യേശുവേ, നിൻ്റെ തിരുവാലിൽ നിന്ന് ഒഴുകിയതായ ആ തിരുരക്തം ഇപ്പോൾ എൻ്റെ ശരീരങ്ങളിലൂടെ ഒന്ന് പകരണമേ. എൻ്റെ ഈ ശരീരത്തിലൂടെ ആ തിരുരക്തം ഒഴുകണമേ. ദൈവത്തിന് സ്തോത്രം. ആ തിരുരക്തം ഒഴുകി എൻ്റെ പഴയ രക്തം മാറ്റുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയ രക്തത്തിൽ കോപമുണ്ട്, അതിൽ പാപമുണ്ട്, അതിൽ അശുദ്ധിയുണ്ട്, അതിൽ അവിശ്വാസമുണ്ട്, അതിൽ നിർദ്ദയത്വമുണ്ട്, യാതൊരു കരുണയില്ലാത്ത സ്വഭാവമുണ്ട്, അതിൽ മറ്റുള്ളവരോടുള്ള സഹതാപമില്ലാത്ത സ്വഭാവമുണ്ട്. എല്ലാ തിന്മയുള്ള സ്വഭാവമാണ് രക്തത്തിലുള്ളത്. എന്നാൽ ഞാനിതാ മാനസാന്തരപ്പെട്ടിരിക്കുന്നു. ഇനി അറിഞ്ഞൊരു പാവത്തിലേക്ക് ഞാൻ പോവുകയില്ല. മദ്യപാനം ഉണ്ടാവില്ല. കർത്താവെ, പുകവലിയോ അല്ലെങ്കിൽ കഞ്ചാവോ ഒന്നും ഉണ്ടാവില്ല. കർത്താവെ, മാടക്കടകളിൽ കിട്ടുന്നതായ പാവപ്പെട്ട കുട്ടികളെ ചതിക്കുന്നതായ ഈ മയക്കുമരുന്നുകളുടെ ചില സാധനങ്ങൾ അതിന് ഞാൻ തൊടുകയില്ല. എനിക്ക് വേണ്ടത് അനേക കുട്ടികളെ നശിപ്പിച്ച ചില വസ്തുക്കളാണെല്ലാം. അങ്ങനെയുള്ള കഞ്ചാവ് തുടങ്ങിയുള്ളതായ സാധനങ്ങൾ എനിക്ക് വേണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചു. വേണ്ട തീരുമാനിച്ചു. മദ്യവും വേണ്ട. ഇനി വഴക്കുണ്ടാവുകയില്ല, പിണക്കുണ്ടാവുകയില്ല. ശരി, പക്ഷേ എങ്കിലും കർത്താവേ, എന്നാലും രക്തത്തിൽ ഇനി പാവം ഉണ്ടല്ലോ.
പുറമേയുള്ള പാവപ്രവൃത്തിയെല്ലാം മാറ്റി, ശരി. പക്ഷേ ഇനിയും ഉണ്ടല്ലോ രക്തത്തിൽ ചില പാവങ്ങൾ, ചില അസൂയ, ചിലപ്പോൾ ചില അഹങ്കാരം, ചിലപ്പോൾ ഒരു തന്നിഷ്ടം. എൻ്റെ കർത്താവേ, ചിലപ്പോൾ മുഷിച്ചിൽ വരുന്നു. കർത്താവേ, ഇതെല്ലാം എൻ്റെ അകത്തുണ്ടല്ലോ. ഇതെല്ലാറ്റിനോട് ഞാനിതാ യാത്ര പറയുകയാണ്. എനിക്ക് ഒരു പുതിയ മനുഷ്യനായി തീരണം, ഒരു പുതിയ മനുഷ്യനായി തീരണം. യേശുവേ, നിൻ്റെ തിരുരക്തം എൻ്റെ ശരീരത്തിലൂടെ ഒഴുകണം. പ്രിയപ്പെട്ടവരെ, ഒരു രക്തം മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ്റെ രക്തം മാറ്റി യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ശരീരങ്ങളിലൂടെ ഒഴുകുന്ന ഒരു അത്ഭുതമാണ് നടക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്വീകരിക്കാം. അത് ആ മഹാഭാഗ്യം നിങ്ങൾക്ക് അനുഭവിക്കാം. ആ ഭാഗ്യം നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യശാലിയായി തീരുമെന്ന് മാത്രമല്ല, അനേകം തലമുറകളിലേക്ക് പ്രകമ്പനം സൃഷ്ടിക്കാൻ സാധിക്കും. അനേകം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, മക്കൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ നിങ്ങളിൽ നിന്ന് അനേകർക്ക് അനുഗ്രഹം കിട്ടും. അനേകർ സുബോധമുള്ളവരായി തീരും. അനേക കുടുംബങ്ങളിലേക്ക് ആശ്വാസം കടന്നു ചെല്ലും. അനേകർക്ക് ആശ്വാസം ലഭിക്കും. അനേകർക്ക് രോഗസൗഖ്യം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ വന്നാൽ നിങ്ങളുടെ രോഗം മാറും. യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ വന്നാൽ നിങ്ങളുടെ കെടുതികൾ മാറും. യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങളുടെ കഷ്ടതകൾ മാറും. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അത്ഭുതങ്ങൾ നടക്കും. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വരട്ടെ. നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടതായ ആനന്ദം മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട സമാധാനം മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ മടങ്ങി വരട്ടെ. ശാപങ്ങളെല്ലാം മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ പൈശാചികൻ്റെ കൂട്ടുകെട്ടുകൾ മാറിപ്പോകട്ടെ. സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കൂ. യേശു ക്രിസ്തു കൈകളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. ഇപ്പോൾ കൊടുക്കൂ. നാളേക്ക് മാറ്റി വയ്ക്കരുത്. ഇപ്പോൾ തന്നെ കർത്താവോട് പറയുന്നത്, കർത്താവേ, നിൻ്റെ തിരുരക്തം പുരണ്ട കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. ആ തൃക്കരത്തിൽ ഒഴുകുന്നതായ തിരുരക്തം എന്നെ മുഴുവനായിട്ടൊന്ന് കഴുകണമേ. കർത്താവേ, എൻ്റെ ആളത്തൊന്ന് മാറ്റണമേ. എന്നെ പുതിയ മനുഷ്യനാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ഇത് നിങ്ങളുടെ മേൽ കർത്താവ് കൃപ ചൊരിയുകയാണ്, അനുഗ്രഹം പകരുകയാണ്. ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവർക്ക് ഈ കൃപ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ മേൽ നിൻ്റെ കൃപ പകരണമേ. നിൻ്റെ ആണിപ്പാടുള്ള കരുതൽ വെക്കണമേ. നിൻ്റെ തിരുരക്തം എൻ്റെ മേൽ പുരട്ടണമേ. എൻ്റെ നെറ്റിയിൽ നിൻ്റെ തിരുരക്തം കൊണ്ട് കുരിശടയാളിട്ട് തരണമേ. കർത്താവേ, മരണത്തോളം യേശുവേ, നിൻ്റെ മകനായി നിൻ്റെ മകളായി ഞാൻ ജീവിച്ചു കൊള്ളാം. ഇനി പാപത്തിലേക്ക് ഞാൻ പോവുകയില്ല, അശുദ്ധിയിലേക്ക് ഞാൻ തിരികെയില്ല. കർത്താവേ, ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വെച്ചു കൊടുക്കുകയും യേശുവിൻ്റെ വാക്ക് പറയുവാൻ, യേശുവേ, ഇന്നു മുതൽ നിൻ്റെ വക ആ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യേശു തൃക്കരം നിങ്ങളുടെ തലമേലേക്ക് നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. വിശ്വസിയുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. കർത്താവേ, വിശ്വസിച്ചവർക്ക് ആത്മാവിനെ പകർന്നു കൊടുത്തതിനായി സ്തോത്രം. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. കുടുംബ സമാധാനം നൽകണമേ. അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ പറഞ്ഞു വരുവാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.